ജൂലൈ മാസത്തെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ക്വസസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി മനീഷ് ഖന്ന ചുമതലയേറ്റു. ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി മനീഷ് ഖന്ന ചുമതലയേറ്റു. സ്ഥാപക നേതാവിന്റെ മുജീബുൾ റഹ്മാന്റെ ചിത്രം കറൻസിയിൽ നിന്ന് നീക്കം ചെയ്ത് ബംഗ്ലാദേശ്. സ്ഥാപക നേതാവിന്റെ മുജീബുൾ റഹ്മാന്റെ ചിത്രം കറൻസിയിൽ നിന്ന് നീക്കം ചെയ്ത് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന്റെ സ്ഥാപക നേതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മുജീബുൾ റഹ്മാൻ. അവാമി ലീഗിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളാണ് ഇദ്ദേഹം. ബംഗ്ലാദേശിന്റെ ആദ്യ പ്രസിഡന്റായിരുന്ന ഇദ്ദേഹം പിന്നീട് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി. അദ്ദേഹത്തിന്റെ ഇളയ മകളാണ് ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീനയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കി മാസങ്ങൾക്കുള്ളിൽ തന്നെ ഷെയ്ഖ് മുജീബുൾ റഹ്മാന്റെ ചിത്രം കറൻസിയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഒരുങ്ങി ബംഗ്ലാദേശ്. നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണിത്. കേരളത്തിലെ അങ്കമാലി ശബരി റെയിൽപാത പുനരുജ്ജീവിപ്പിക്കാൻ അനുമതി. കേരളത്തിലെ അങ്കമാലി ശബരി റെയിൽപാത പുനരുജ്ജീവിപ്പിക്കാൻ അനുമതി. അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകാൻ തീരുമാനമായെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് കാവൽ. കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് കാവൽ. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ് 2025 പരിസ്ഥിതി ദിന സന്ദേശം. 2025 ആതിഥേയ രാജ്യം റിപ്പബ്ലിക് ഓഫ് കൊറിയ. 2026 ആതിഥേയ രാജ്യമാകാൻ പോകുന്നത് ദ റിപ്പബ്ലിക് ഓഫ് അസർബൈജാൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസ് 2026 ഒക്ടോബർ 1 മുതൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസ് 2026 ഒക്ടോബർ 1 മുതൽ. ഇന്ത്യയുടെ 16ാമത് സെൻസസ് 2027 നടത്താൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. ഇന്ത്യയുടെ 16ാമത് സെൻസസ് 2027 നടത്താൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. UN രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ സഹാധ്യക്ഷ സ്ഥാനവും താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും പാകിസ്ഥാന്. UN രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ സഹാധ്യക്ഷ സ്ഥാനവും താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും പാകിസ്ഥാന്. 2025 UN സമുദ്ര ഉച്ചകോടി ഫ്രാൻസിലെ നീൽസിൽ നടന്നു. 2025 UN സമുദ്ര ഉച്ചകോടി ഫ്രാൻസിലെ നീൽസിൽ നടന്നു. 2017 ന്യൂയോർക്കിലെയും 2022 ലിസ്ബണിലും നടന്ന ആദ്യ 2 സമ്മേളനങ്ങൾക്ക് ശേഷം ഫ്രാൻസും കോസ്റ്റാറിക്കയും സംയുക്തമായി 2025 ജൂൺ 9 മുതൽ 13 വരെ നൈൽസിൽ 3ാമത് ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര സമ്മേളനം സംഘടിപ്പിക്കുന്നു. ഇറാനെതിരെ ഇസ്രായേൽ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇറാനെതിരെ ഇസ്രായേൽ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. അമിതാഭ് കാന്ത് ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. അമിതാഭ് കാന്ത് ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. ലോകത്തെ വ്യാവസായികമായി വികസിച്ചതും ഉയർന്നു വരുന്നതുമായ പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G20. 1999 സെപ്റ്റംബർ 26 ഇത് നിലവിൽ വന്നത്. 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും ചേർന്നതാണ് ഈ ഗ്രൂപ്പ്. അധ്യക്ഷൻ ലുല ഡാ സിൽവ.
ബ്രസീലിന്റെ രാഷ്ട്രപതി. 2024 വേദി ബ്രസീലിലെ റിയോ ഡി ജനീറോ. 2025 വേദിയാവാൻ പോകുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹാനസ്ബർഗ്. ഇസ്രായേലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യം. ഇസ്രായേലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. ഇസ്രായേലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആകും അർണാല. നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആകും അർണാല. ജൂൺ 18 ബുധനാഴ്ച ഇന്ത്യൻ നാവികസേന INS അർണാല കമ്മീഷൻ ചെയ്യാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. രാജ്യത്തെ ആദ്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആയിരിക്കും INS അർണാല. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള US-ന്റെ രഹസ്യ ദൗത്യമാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള US-ന്റെ രഹസ്യ ദൗത്യമാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. 2025 ജൂൺ 21, 22 തീയതികളിൽ നടന്ന ഒരു പ്രധാന അമേരിക്കൻ സൈനിക ആക്രമണമായിരുന്നു ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. 3 പ്രധാന ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ഇത്. പ്രഥമ IGF ആർച്ചർ അമിഷ അവാർഡ് ഫോർ സ്റ്റോറി ടെല്ലേഴ്സ് ഇന്ത്യൻ ഡോക്ടറും എഴുത്തുകാരിയുമായ ഡോക്ടർ ശാലിനി മുള്ളിക്കിന്റെ നോവലായ ദി വേ ഹോം എന്ന കൃതിക്ക് പ്രഥമ IGF ആർച്ചർ അമിഷ അവാർഡ് ഫോർ സ്റ്റോറി ടെല്ലേഴ്സ് ഇന്ത്യൻ ഡോക്ടറും എഴുത്തുകാരിയുമായ ഡോക്ടർ ശാലിനി മുള്ളിക്കിന്റെ നോവലായ ദി വേ ഹോം എന്ന കൃതിക്ക്. സമ്മാനത്തുക 22 ലക്ഷം രൂപ. മലയാളിയായ ലീന നായർക്ക് ബ്രിട്ടന്റെ ഉന്നത ബഹുമതിയായ കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ പുരസ്കാരം. മലയാളിയായ ലീന നായർക്ക് ബ്രിട്ടന്റെ ഉന്നത ബഹുമതിയായ കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ പുരസ്കാരം. ചില്ലറ വ്യാപാര ഉപഭോക്തൃ മേഖലയിലെ സംഭാവനകൾക്കാണ് പുരസ്കാരം. പ്രൊഫസർ MP മന്മഥൻ അക്ഷയ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന്. പ്രൊഫസർ MP മന്മഥൻ അക്ഷയ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന്. 1 ലക്ഷം രൂപയും ശില്പവും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ രചിച്ച അഖിൽ P ധർമ്മജനും ബാലസാഹിത്യ പുരസ്കാരത്തിന് പെൺകിനുകളുടെ വൻകരയിൽ എന്ന കുട്ടികളുടെ നോവൽ രചിച്ച ശ്രീജിത്ത് മുത്തേടത്തും അർഹരായി. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ രചിച്ച അഖിൽ P ധർമ്മജനും ബാലസാഹിത്യ പുരസ്കാരത്തിന് പെൺകിനുകളുടെ വൻകരയിൽ എന്ന കുട്ടികളുടെ നോവൽ രചിച്ച ശ്രീജിത്ത് മുത്തേടത്തും അർഹരായി. സംഗീത സാംസ്കാരിക സബരിയയുടെ പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും സംഗീത സംവിധായകൻ ജെറി അമൽദേവിനും. സംഗീത സാംസ്കാരിക സബരിയയുടെ പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും സംഗീത സംവിധായകൻ ജെറി അമൽദേവിനും. സംഗീത സാംസ്കാരിക സബരിയ പുരസ്കാരം എന്നത് സംഗീതത്തിലും സാംസ്കാരിക മേഖലയിലെ മികച്ച സംഭാവനകൾ നൽകുന്ന വ്യക്തികളെയും ആദരിക്കുന്നതിനായുള്ള ഒരു പുരസ്കാരമാണ്. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ 2021-22 വർഷങ്ങളിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങൾ KG പരമേശ്വരൻ നായർക്കും ഏഴാഞ്ചേരി രാമചന്ദ്രനും,
മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ 2021-22 വർഷങ്ങളിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങൾ KG പരമേശ്വരൻ നായർക്കും ഏഴാച്ചേരി രാമചന്ദ്രനും. 2023 ലഭിച്ചത് N അശോകൻ. 2023 N അശോകനും. ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് പ്രമുഖ ന്യൂറോളജിസ്റ്റും എഴുത്തുകാരനുമായ ഡോക്ടർ ഷാജി പ്രഭാകറിന്. ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് പ്രമുഖ ന്യൂറോളജിസ്റ്റും എഴുത്തുകാരനുമായ ഡോക്ടർ ഷാജി പ്രഭാകറിന്. ഈ വർഷത്തെ P. കേശവദേവ് സാഹിത്യ പുരസ്കാരം ശശി തരൂർ MP-യുടെ വൈ ഐ ആം ഹിന്ദു, ദി ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്നീ പുസ്തകങ്ങൾക്ക്. ഈ വർഷത്തെ P. കേശവദേവ് സാഹിത്യ പുരസ്കാരം ശശി തരൂർ MP-യുടെ വൈ ഐ ആം ഹിന്ദു, ദി ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്നീ പുസ്തകങ്ങൾക്ക്. P. കേശവദേവ് സ്മാരക ട്രസ്റ്റിന്റെ ഈ വർഷത്തെ P. കേശവദേവ് സാഹിത്യ പുരസ്കാരം ഡോക്ടർ ശശി തരൂർ MP-ക്കും ഡയബ് സ്ക്രീൻ പുരസ്കാരം ഡയബറ്റോളജിസ്റ്റ് ആയ ഡോക്ടർ ബൻഷി സാബുവിനും. യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഏകീകൃത സിവിൽ കോഡിന് തുടക്കമിട്ട ശേഷം സമർപ്പിത യോഗ നയം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറി. ന്യൂഡൽഹിയിലാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്നത്. ന്യൂഡൽഹിയാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്നത്. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ അന്താരാഷ്ട്ര വേദി വരുന്നു. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന പേരിലുള്ള ഏജൻസി രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഇതിനകം ഇന്ത്യയടക്കം 5 രാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമാകുന്ന ഏജൻസിയുടെ ആസ്ഥാനം ഡൽഹിയാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യക്ക് 71 സ്ഥാനം. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യക്ക് 71 സ്ഥാനം. സ്വീഡനാണ് 1 സ്ഥാനത്ത്. രാജ്യാന്തര വിഷയങ്ങൾ ചർച്ചകൾക്കായി സർക്കാർ, ബിസിനസ്, സിവിൽ സമൂഹം എന്നിവയിൽ നിന്നുള്ള ആഗോള നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന വേൾഡ് എക്കണോമിക് ഫോറം വാർഷിക യോഗം ദാവോസിൽ ജനുവരി 20 നടന്നു. പ്രമേയം ഭൗതിക യുഗത്തിനായുള്ള സഹകരണം. പങ്കെടുത്ത കേന്ദ്രമന്ത്രിമാർ അശ്വിനി വൈഷ്ണവ്, റെയിൽവേ, കമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രോണിക്സ്, IT മന്ത്രി; CR പാട്ടീൽ, ടെക്സ്റ്റൈൽ, ജൽ ജീവൻ, MSME മന്ത്രി; ചിരാഗ് പസ്വാൻ, ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി; ജയന്ത് ചൗധരി, കൃഷി കാർഷിക ക്ഷേമ മന്ത്രി. സംസ്ഥാന നേതാക്കൾ: ദേവേന്ദ്ര ഫഡ്നാവിസ്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി; ചന്ദ്രബാബു നായിഡു, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി; രേവന്ത് റെഡ്ഡി, തെലങ്കാന മുഖ്യമന്ത്രി; DK ശിവകുമാർ, കർണാടക ഉപമുഖ്യമന്ത്രി; P. രാജീവ്, വ്യവസായ മന്ത്രി, കേരളം. എക്കണോമിക് ഇന്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 2025 ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പർഹെഗൻ ആണ് 1 സ്ഥാനത്ത്. എക്കണോമിക് ഇന്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 2025 ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പർഹെഗൻ ആണ് 1 സ്ഥാനത്ത്. 2ാം സ്ഥാനം വിയറ്റ്നാം, ഓസ്ട്രിയ. 3ാം സ്ഥാനം സൂറിച്ച്, സ്വിറ്റ്സർലാൻഡ്. മെൽബൺ, ഓസ്ട്രേലിയ. 4ാം സ്ഥാനം ജനീവ, സ്വിറ്റ്സർലാൻഡ്. മാലിന്യം നീക്കാൻ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈസിക്കിൾ ആണ് ഹരിതവാഹിനി. മാലിന്യം നീക്കാൻ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈസിക്കിൾ ആണ് ഹരിതവാഹിനി. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയം. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയം.
ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത്. ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത്. തെലങ്കാനയിലെ നിസാമാബാദിലാണ് നാഷണൽ ടെർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. തെലങ്കാനയിലെ നിസാമാബാദിലാണ് നാഷണൽ ടെർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായി ബോങ് ജാൻ ഹോ സംവിധാനം ചെയ്ത പാരാസൈറ്റ് എന്ന കൊറിയൻ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായി ബോങ് ജാൻ ഹോ സംവിധാനം ചെയ്ത പാരാസൈറ്റ് എന്ന കൊറിയൻ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. ജൂലൈ മാസത്തെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ക്വിസസ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.